ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളമായ സിയാലിൻ്റെ വളർച്ചയിൽ പുതിയ അധ്യായം രചിച്ചുകൊണ്ടാണ് 15 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള അന്താരാഷ്ട്ര ടെർമിനൽ ഒരുങ്ങുന്നത്. T3 എന്ന പേരിലുള്ള മനോഹരമായ ടെർമിനലിൽ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ അഭിമാനമായ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നും പുതിയ കാഴ്ചകൾ മലയാളികൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഗോൾഫ് കോഴ്സും കൺവെൻഷൻ സെന്ററും സോളാർ പദ്ധതിയും കഴിഞ്ഞിപ്പോൾ T3 എന്ന ടെർമിനലാണ് സിയാലിൻ്റെ പുതിയ സമ്മാനം. സിയാൽ മാനേജിംഗ് ഡയറക്ടർ വിജയ് കുര്യൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു ടെർമിനലിൻ്റെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടവും പിന്നിട്ടത്. സിയാലിൻ്റെ ആദ്യ ടെർമിനലിൻ്റെ കൺസൾട്ടൻസി നിർവഹിച്ച സർക്കാർ സ്ഥാപനമായ കിറ്റ്കോയാണ് T3യുടെയും കൺസൾട്ടന്റ്. മൊത്തം 1000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ടെർമിനലിനെ കൂടാതെ 34 കോടി രൂപ ചെലവിട്ട് ഫ്ലൈ ഓവർ നിർമ്മിച്ചിട്ടുണ്ട്. ഏകദേശം മാർച്ച് 2ാം വാരത്തിനകം അത് പ്രവർത്തനക്ഷമമാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ പറയുമ്പോൾ 15 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ പുതിയ എല്ലാ അത്യന്താധുനിക സംവിധാനത്തോടും കൂടിയാണ് ഈ ടെർമിനൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനി ആദ്യമേ തൊട്ട് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ മൂലധന ചെലവിൽ വിമാനത്താവളം നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിൽ ഇന്ത്യയിലാകെ സിയാലിൻ്റെ മാതൃക എന്നുള്ള രീതിയിൽ അത് തന്നെ പ്രത്യേകമായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. അതായത് എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യാനുള്ള ബേ, എയറോ ബ്രിഡ്ജസ്, പിന്നെ എലിവേറ്റഡ് റോഡ്, അതോടൊപ്പം തന്നെ പുതിയ 4 ലൈൻ റോഡ്, ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം 1100 കോടി രൂപ മാത്രമേ അതിനുവേണ്ടി ചിലവാക്കിയിട്ടുള്ളൂ. 3 നിലകളിലായാണ് T3യുടെ പ്രവർത്തനം. 3ാം നിലയിലാണ് പുറപ്പെടൽ വിഭാഗം. ഫ്ലൈ ഓവറിലൂടെ വാഹനങ്ങൾക്ക് നേരിട്ട് പുറപ്പെടൽ ഭാഗത്തെത്താം. ഇവിടെ ചെക്ക് ഇൻ, എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയായാൽ എയറോ ബ്രിഡ്ജിലൂടെ വിമാനത്തിൽ കയറാം. 2ാം നില എയറോ ബ്രിഡ്ജ് കണക്ടിവിറ്റിക്കുള്ളതാണ്. വിദേശങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർ വിമാനമിറങ്ങി താഴത്തെ നിലയിലെത്തും. കസ്റ്റംസ്, എമിഗ്രേഷൻ കൗണ്ടറുകൾ ഇവിടെയാണ്. നടപടികൾ പൂർത്തിയായാൽ വാക്ക് ത്രൂ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ കടന്ന് പുറത്തിറങ്ങാനാകും. ഡിപ്പാർച്ചർ അറൈവൽ 2 ലെവലായിട്ട് 2 ലെവൽ ബിൽഡിംഗ് ആയിട്ടാണ് നമ്മൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഈ ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അറൈവിങ് പാസഞ്ചേഴ്സും അതുപോലെ ഇപ്പോൾ അതിലേക്ക് എംബാർക്ക് ചെയ്യുന്ന പാസഞ്ചേഴ്സും തമ്മിലുള്ള മിംഗ്ലിംഗ് ഒഴിവാക്കുക എന്നുള്ളത് സെക്യൂരിറ്റിയുടെ റിക്വയർമെൻറ്റാണ്. അപ്പോൾ അതും കൂടെ ഉണ്ടാകത്തക്ക രീതിയിലാണ് അറൈവൽ ഒരു ലെവലും ഡിപ്പാർച്ചർ വേറൊരു ലെവലുമായിട്ടാണ് നമ്മൾ ആ ടെർമിനൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. പൂർണ്ണമായി പ്രവർത്തനം തുടങ്ങുന്നതോടെ 1/2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള വാക്ക് ത്രൂ ഡ്യൂട്ടി ഫ്രീ ആണ് യാത്രക്കാർക്കായി സിയാൽ ഒരുക്കുന്നത്. ആഗോളവും തദ്ദേശീയവുമായ നിരവധി കലാരൂപങ്ങളെ സമന്വയിപ്പിച്ചാണ് സിയാൽ T3യുടെ അകച്ചമയം ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ ആദ്യഘട്ടമായി പൂരക്കാഴ്ചയും സജ്ജീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥ വലിപ്പത്തിൽ ഫൈബറിൽ തയ്യാറാക്കിയ 15 ആനകൾ ടെർമിനലിന് പ്രൗഢിയേകുന്നു. പ്രവർത്തനം തുടങ്ങിയാൽ ആഴ്ചയിലൊരിക്കൽ T3യിൽ കുടമാറ്റവും ഉണ്ടാകും. ഓരോ ആഴ്ചയിലും വൈവിധ്യ നിറസമൃദ്ധിയിൽ പൂരം നുകർന്ന് യാത്രക്കാർക്ക് ഇവിടെ നിന്ന് പറന്നുയരാം. T3 പ്രവർത്തനം തുടങ്ങുന്നതോടെ നിലവിലെ രാജ്യാന്തര ടെർമിനൽ പൂർണ്ണമായും ആഭ്യന്തര ടെർമിനലായി മാറും. നിലവിൽ 1 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര ടെർമിനലിന് ഇതോടെ 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമാകും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്തിൽ ആദ്യമായിട്ട് പൂർണ്ണമായും സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളമായിട്ട് ഏകദേശം നമ്മൾ കഴിഞ്ഞ 2 വർഷത്തോടെ അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ ഒരു ടെർമിനൽ വരുമ്പോൾ കുറേ കൂടെ ഇലക്ട്രിക്കൽ കൺസംഷൻ കൂടുക ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള 15 മെഗാവാട്ടിന് ഏകദേശം 2 മാസത്തിനകം തന്നെ അത് 30 മെഗാവാട്ട് സ്ഥാപിത ശേഷിയിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏകദേശം പിന്നെ ഒരു 3 മെഗാവാട്ടിൻ്റെ ഉടനെ തന്നെ കമ്മീഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ടെർമിനലിൻ്റെ മുമ്പിൽ കാർ പാർക്കിംഗ് സംവിധാനം, അതായത് കവേർഡ് കാർ പാർക്കും അതിൻ്റെ മുകളിൽ സോളാർ പാനലും സ്ഥാപിച്ചുകൊണ്ടുള്ള, അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സോളാർ പോർട്ട് എന്നുള്ള രീതിയിലൊരു പുതിയ സംവിധാനം വരുന്നത്. 24 മാസം കൊണ്ട് 15 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ലോകോത്തര നിലവാരമുള്ള പടുകൂറ്റൻ ടെർമിനലിന്റെ നിർമ്മാണം റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയാക്കിയത്. വിദേശ കമ്പനികൾ ഉൾപ്പെടെ 30ഓളം കരാറുകാരും 5000-ലധികം തൊഴിലാളികളും ഒരു ദിവസം പോലും മുടങ്ങാതെ രാപ്പകൽ അധ്വാനിച്ചാണ് സിയാലിൻ്റെ 3ാം ടെർമിനൽ സാധ്യമാക്കിയത്. 2008-ൽ 54 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഡൽഹി വിമാനത്താവളത്തിന്റെ 3ാം ടെർമിനൽ
13,000 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മിച്ചത്. എന്നാൽ സിയാലിന്റെ T3ക്ക് 15 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ചെലവ് 1000 കോടി രൂപയിൽ താഴെ മാത്രം. യാത്രക്കാരുടെയും വിമാന സർവീസുകളുടെയും എണ്ണത്തിലുണ്ടാകുന്ന ഗണ്യമായ വർധനയാണ് പുതിയ രാജ്യാന്തര ടെർമിനൽ പണി കഴിപ്പിക്കാൻ സിയാലിനെ പ്രേരിപ്പിച്ചത്. നിലവിൽ രാജ്യാന്തര യാത്രക്കാരുടെ എണ്ണത്തിൽ 4ാം സ്ഥാനവും മൊത്തം യാത്രക്കാരുടെ എണ്ണത്തിൽ 7ാം സ്ഥാനവും സിയാലിനുണ്ട്. പുതിയ രാജ്യാന്തര ടെർമിനൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ രാജ്യത്തിന്റെ വ്യോമഗതാഗത മേഖലയിൽ സിയാൽ നിർണായക ശക്തിയായി മാറും.